സോ ഗായ്സ് ഒരു വീഡിയോയിലേക്ക് പുതിയ സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2025 നടന്ന 10th ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിനകത്ത് നമുക്ക് കുറേ വെറൈറ്റി ചോദ്യങ്ങളുണ്ട്. പ്രിലിംസിന് ഫോക്കസ് ചെയ്യുന്നവർ ഉറപ്പായിട്ടും ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കണം. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. 145/2025 കാറ്റഗറിയിലുള്ള ആ ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. നിലവിൽ ഫസ്റ്റ് ചോദ്യം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? 50ാമത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ ജയതിലകായിരുന്നു. പുള്ളി എന്താണ് വിരമിച്ചു. നിലവിൽ ഇപ്പോൾ ആരാണ് നിലവിലെ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്? വിശ്വനാഥ് സിൻഹയാണ്. നിലവിലെ ചീഫ് സെക്രട്ടറിയാണ് വിശ്വനാഥ് സിൻഹയാണ്. ഇവിടെ ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ജയതിലകാണ്. ബട്ട് എന്താണ് സർവീസിൽ നിന്ന് വിരമിച്ചിട്ടുണ്ട്. നിലവിൽ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് വിശ്വനാഥ് സിൻഹയാണ്. വിശ്വനാഥ് സിൻഹ. ദെൻ ISROയുടെ പുതിയ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ട് ISROയുടെ പുതിയ ചെയർമാനാണ് ഡോക്ടർ ബി നാരായണനാണ്. ഡോക്ടർ ബി നാരായണനാണ് ISROയുടെ പുതിയ ചെയർമാൻ, ഡോക്ടർ ബി നാരായണൻ. ദെൻ ദേശീയ കായിക ദിനം എന്നാണ്? ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. ദെൻ സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ മാർത്താണ്ഡവർമ്മയാണ്. സിനിമയാക്കിയ ആദ്യ മലയാള നോവലാണ് മാർത്താണ്ഡവർമ്മ. ദെൻ അടുത്തെന്താണ് ചേരുംപടി ചേർക്കാനുള്ള ഓപ്ഷൻ? ഇവിടെ കഥകളി ഏതാണ്? കൊട്ടാരക്കര തമ്പുരാനാണ്. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. ദെൻ ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാരാണ്. ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ. കൃഷ്ണഗാഥ ചെറുശ്ശേരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ശരി. ഓപ്ഷൻ എ. നോക്കാം. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ, ദെൻ ഓട്ടൻതുള്ളൽ കുഞ്ചൻ നമ്പ്യാരാണെങ്കിൽ ചണ്ടാല ഭിക്ഷുകിയാരെന്ന് ചോദിച്ചാൽ കുമാരനാശാന്റെ കൃതിയാണ്. കൃഷ്ണഗാഥ ആരെന്ന് ചോദിച്ചാൽ ചെറുശ്ശേരിയുടേതാണ്. കൃഷ്ണഗാഥ ചെറുശ്ശേരി. കേരളത്തിൽ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി അതും മാറിയിട്ടുണ്ട്. നിലവിൽ സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? അപ്പോൾ നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? പി വിഷ്ണുനാഥാണ്. നിലവിൽ വന്ന പുതിയ നിയമസഭ മന്ത്രി. മന്ത്രിസഭ അനുസരിച്ച് ആരാണ് നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത്? നമ്മുടെ PC വിഷ്ണുനാഥാണ്. PC വിഷ്ണുനാഥ്. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെയെന്ന് ചോദിക്കാം. എവിടെയാ? 7. ഓപ്ഷൻ ബി ആണ്. ആലപ്പുഴ. ടെസി തോമസിന്റെ ജന്മസ്ഥലം ആലപ്പുഴ. ഇന്ത്യയുടെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമ നടൻ ആരെന്ന് ചോദിക്കാം. ഇതാണ് 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ചോദിച്ചത് മോഹൻലാലാണ്. 2023 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടനാണ് മോഹൻലാൽ. ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടുന്ന ആദ്യ മലയാള സിനിമാ നടനാണ് മോഹൻലാൽ. ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അടൂർ ഗോപാലകൃഷ്ണനാണ്. ദെൻ 10ാമത്തെ ക്വസ്റ്റ്യൻ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിയിച്ച അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടാത്ത രാജ്യം ഏതെന്ന് ചോദിക്കാം. ഏതാണ്? തജിക്കിസ്ഥാൻ. ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് എന്താണ് ഇന്ത്യയുമായിട്ട് കരാറിൽ വന്നത്? മ്യാൻമാർ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാനൊക്കെ ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ ഉൾപ്പെടുന്നതാണ്. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ചോദിക്കാം. ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ചിപ്കില ചുരമാണ്. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ചിപ്കില ചുരമാണ്. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. കാരക്കോറം പർവ്വതനിരയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ 13 ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരി. കാരക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ശരിയല്ല? ശരിയാണ്. കാരക്കോറം പർവ്വതനിരയുടെ തിരിച്ചനെ ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ശരിയാണ്. ഇന്ത്യൻ ഭൂഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. അത് തെറ്റാണ്. രണ്ടാമത്തെ ഓപ്ഷൻ തെറ്റാണ്. അപ്പോൾ 1ഉം 3ഉം. താഴെ തന്നിരിക്കുന്ന ഉപദ്വീപ് നദികളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഓപ്ഷൻ 14C ആണ്. 14C 1ഉം 3ഉം ശരിയാണ്. നർമ്മദ നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്ന് ചോദിക്കാം. ഛത്തീസ്ഗഡിലെ മൈക്കല മലനിരകളിൽ നിന്നാണ് നമ്മുടെ
നർമ്മദാ നദി ഉത്ഭവിക്കുന്നത്? ഉപദ്വീപി നദികൾക്ക് അപരദന തീവ്രത താരതമ്യേന എന്താണ്? കുറവാണ്. Then 15 ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഓപ്ഷൻ എ ആണ്, സുന്ദർഗഡ് ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലയാണ് സുന്ദർഗഡ്. Then സെക്ഷൻ 16 ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം, NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം എന്ന് ചോദിക്കും. NW നാഷണൽ വാട്ടർവേ 3 ദേശീയ ജലപാത 3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം അതേതാണ്? കേരളമാണ്. കേരളം ഓപ്ഷൻ സി ആണ്, കേരളം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട് സ്ഥിതി ചെയ്യുന്ന റാവത്ത് ഭട്ട് ഗുജറാത്തിലാണ്. റാവത്ത് ഭട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്തിലാണ്. ഇവിടെ 17ാമത്തത് ഓപ്ഷൻ 17, സോറി സാർ, റാവത്ത് ഭട്ട് രാജസ്ഥാനിലാണ്. സോറി ഗൈസ്. അപ്പൊ ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത് ഭട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. മഹാരാഷ്ട്രയിലെ റോഹ് മുതൽ കർണാടകയിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പങ്കിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? കൊങ്കൺ റെയിൽവേ പങ്കിടുന്ന നദികളുടെ എണ്ണം 146. ഓപ്ഷൻ എ ആണ്, 140. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പങ്കിടുന്ന നദികളുടെ എണ്ണം 146. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം ചോദിക്കാം, ഏതാണ്? ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ ആണ്. സുലഭ് സമാചാർ. താഴെ തന്നിരിക്കുന്ന റാബി വിള അല്ലാത്തത് പരുത്തിയാണ്. പുകയില, കടുക്, ഗോതമ്പ് ഒക്കെ എന്താണ്? റാബി വിളകളാണ്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന ഓപ്ഷൻ സി ആണ്. 1, 2, 3 ശരിയാണ്. 1, 2. അപ്പോൾ ജാതി വ്യവസ്ഥയ്ക്ക് 1, 2, 3 ശരിയാണ്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും. ബ്രഹ്മസമാജത്തിന് എന്താണ്? ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും. സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക എന്നതാണ് ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ. ദെൻ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭാഗമാകാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങളുടെ ജോഡി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് കൃത്യമായിട്ട് അറിയാം ഏതാ? ജുനഗഡ്, ഹൈദരാബാദ്, കശ്മീർ. അതാണോ? 22 ക്വസ്റ്റ്യൻ ക്യാൻസൽ ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ ഇല്ല കേട്ടോ, ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ദെൻ 23 ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1920 മുതൽ സ്വരാജ് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ആരെന്നാണ് ചോദിക്കുന്നത്. CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് 1923 എന്താണ് സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 3ഉം 4ഉം. CR ദാസ്, മോത്തിലാൽ നെഹ്റു എന്നിവരാണ് ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതി എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കളാണ് CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിലാണ്? അത് നമ്മുടെ DK കാർവെയുടെ നേതൃത്വത്തിലാണ്. DK കാർവെ ആണ് മഹാരാഷ്ട്രയിലെ ആദ്യ സർവകലാശാല സ്ത്രീകൾക്ക് വേണ്ടി സ്ഥാപിക്കുന്നത്. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ച ആരുടെ നേതൃത്വം എന്ന് ചോദിച്ചാൽ DK കാർവെ ആണ്. DK കാർവെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോറാണ്. ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകരുന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം എന്നാണ്? പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്നത് 1878. 1878. ഓപ്ഷൻ ബി 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യത്തെ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്നതെന്ന് ചോദിക്കാം. 51, 52 27ാമത്തത് ഓപ്ഷൻ എ 51, 52 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ എന്ന് ചോദിക്കാൻ പറയാണ് ശ്യാം ശരൺ നേഗി. സ്വാതന്ത്ര്യാനന്തര ആദ്യ സ്വതന്ത്ര തിരഞ്ഞെടുപ്പ് നടന്ന 1951, 52. ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ചോദിച്ചാൽ സുകുമാർ സെൻ. Then 28 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരൊക്കെയായിരുന്നു ചോദിക്കാം. ആരാണ്? ഓപ്ഷൻ 28 സി ആണ്. 3. ഓപ്ഷൻ മുഫസ്സൽ അലി, KM പണിക്കർ, HN കുൻസ്രു എന്നിവരാണ് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിച്ച സമയത്ത് ആ കമ്മിറ്റിയിൽ അംഗങ്ങളായിരുന്ന വ്യക്തികളാണ് ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണന ക്രമത്തിലാക്കുക.
അടുത്ത ഓപ്ഷൻ 29ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവങ്ങളെ കാലഗണന ക്രമത്തിൽ ആക്കുക എന്നതാണ്. 29 ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. കുണ്ട്ര വിളംബരമാണ് ആദ്യം നടന്നത്. കുണ്ട്ര വിളംബരം 1809 ജനുവരി 11 കുണ്ട്ര നടന്നത്. 1809 ജനുവരി 11. ദെൻ മലയാളി മെമ്മോറിയൽ 1891 ജനുവരി 1 മലയാളി മെമ്മോറിയൽ നടക്കുന്നത്. ദെൻ 3 മാപ്പിള കലാപം 1921 മാപ്പിള കലാപം അഥവാ മലബാർ ലഹള എന്നറിയപ്പെടുന്നത് 1921. ദെൻ വൈക്കം സത്യാഗ്രഹം 1924 25. ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവന. ഓപ്ഷൻ ബി 1, 2, 4 ശരിയാണ്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി എന്നാണ്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമാകുന്നത്. ISRO രൂപീകരിക്കുന്നതാണ് 1969. 1969. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. അത് തെറ്റല്ലേ? 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിക്കുന്നത് 1975. അപ്പോൾ ഓപ്ഷൻ 1, 2, 4 ശരിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത്. 31ാമത്തെ ക്വസ്റ്റ്യനാണ്. 31. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഓപ്ഷൻ സി. 1, 2, 3 പ്രസ്താവനകൾ ശരി, 4 തെറ്റാണ്. അപ്പോൾ 1993 ഒക്ടോബർ 12 ഇന്ത്യൻ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിക്കുന്നു. കമ്മീഷനിൽ എത്ര അംഗങ്ങളാണുള്ളത്? 5 അംഗങ്ങളാണുള്ളത്. ആദ്യ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ്. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ടോ? പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്. തെറ്റല്ലേ? 4. 31 കഴിഞ്ഞു. ദെൻ 32. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നതാണ് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 32ാമത്തത് ഏതാണ്? 32. ഓപ്ഷൻ ബി ആണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസത്തെ മൗലികാവകാശമാക്കിയ ഭേദഗതി. 86 ഭേദഗതി 2002 86 ഭരണഘടനാ ഭേദഗതി 2002. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് 86 ഭേദഗതി 2002. 86 ഭരണഘടനാ ഭേദഗതി 2002. അനുച്ഛേദം ചോദിച്ചാൽ ആർട്ടിക്കിൾ 21A ആണ്. ആർട്ടിക്കിൾ 21A. ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 33. മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? പ്രസ്താവന 33 ഓപ്ഷൻ എ ആണ്. 33 ഓപ്ഷൻ എ. ദെൻ 34. വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഓപ്ഷൻ ബി. 2 മാത്രമാണ്. 2 മാത്രം. അപ്പോൾ ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ്? 2005 ഒക്ടോബർ 12 2005 ഒക്ടോബർ 12. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ ഏതാണോ ആദ്യം വരുന്നത് അത്. തെറ്റല്ലേ? എന്നിട്ട് തെറ്റായ പ്രസ്താവന. ദെൻ പ്രധാനമന്ത്രി ചെയർമാനായി സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ട് നിയമിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്ന ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ മുഖ്യ ചുമതല. അപ്പൊ ശരി തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത് 2 മാത്രം. 35. ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ സി, ഇ ആണോ ഡി ആണോ? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 35 ഡി ആണ്. 35 ഡി. 2, 3 മാത്രം ശരി. 2, 3 മാത്രം ശരി. 2, 3. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങൾ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടന ഏത് വകുപ്പിലാണ് സ്വത്തവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 300A. അപ്പോൾ ഓപ്ഷൻ ഡി 2ഉം 3ഉം മാത്രം ശരി. ജനഗണമന ഇന്ത്യയുടെ ദേശീയഗീതമായി അംഗീകരിച്ചത്? ജനഗണമന ഇന്ത്യയുടെ ദേശീയഗാനമായിട്ട് അംഗീകരിച്ചതെന്നാണ്. 36ാമത്തെ ക്വസ്റ്റ്യൻ. ജനഗണമന ഇന്ത്യയുടെ ദേശീയഗാനമായിട്ട് അംഗീകരിക്കുന്നത് 36. ഓപ്ഷൻ സി ആണ്. 1950 ജനുവരി 24. 1950 ജനുവരി 24.
Then ഇന്ത്യൻ ഭരണഘടന ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 51A ആണ്. 51A ഓപ്ഷൻ എ 51A. Then ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പൊതുവേദിയിൽ പാടിയത് ഏത് INC സമ്മേളനത്തിൽ വെച്ചാണ് ചോദിക്കാം. ഏതാണ്? 38 1896 കൽക്കത്ത സമ്മേളനമാണ് ഇന്ത്യൻ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് പൊതുവേദിയിൽ പാടിയത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? 1896 കൽക്കത്ത സമ്മേളനമാണ്. 1896 കൽക്കത്ത സമ്മേളനം. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 16-ാം വകുപ്പാണ്. 16-ാം വകുപ്പ് ഓപ്ഷൻ ബി 16. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഓപ്ഷൻ ബി 16-ാം വകുപ്പാണ്. ദെൻ 40-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ചിഹ്നവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. 3 മാത്രം. എന്താണ്? സത്യമേവ ജയതേ എന്ന് മുണ്ടകോപനിഷത്തിൽ നിന്ന് എടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുള്ള. ശരിയാണ്. സാരനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹോദരമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്. അപ്പം 1, 2, 4 ശരി. തെറ്റായ പ്രസ്താവന. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചെന്നുള്ളത് തെറ്റാണ്. 41 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ചോദിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട് കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട് കായലാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? അത് പമ്പയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്നത് പമ്പ. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയാണ്. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമ്പുഴക്കി വേഴാമ്പലാണ്. മലമ്പുഴക്കി വേഴാമ്പൽ. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യ വന്യജീവി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനമാണ്. മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനമാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം. കേരള കായിക ദിനം. കേരള കായിക ദിനം എന്നാണ്. കേരള കായിക ദിനം. കേരള കായിക ദിനം ഒക്ടോബർ 12. കേരള കായിക ദിനം. കേരള കായിക ദിനം എന്ന് പറയുന്നത് കേരള കായിക ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 13-നാണ്. ഒക്ടോബർ 13, സോറി, ഒക്ടോബർ 13-നാണ് കേരള കായിക ദിനം എന്നറിയപ്പെടുന്നത്. ഒക്ടോബർ 13. ഓപ്ഷൻ എ ഒക്ടോബർ 13-ആണ് കേരള കായിക ദിനം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലിയാണ്. ഓപ്ഷൻ എ സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം എന്നറിയപ്പെടുന്ന സൈലന്റ് വാലി. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി ആരാണ്? കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥനാണ്. വി വിശ്വനാഥൻ. വി വിശ്വനാഥൻ കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളിയാണ്. വി വിശ്വനാഥനാണ്. വി വിശ്വനാഥൻ. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം എന്നാണ്? പണ്ടാരപ്പാട്ട് വിളംബരം 1865-ലാണ് പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത്. 1865. കേരളത്തിലെ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? നെടുങ്ങാടി ബാങ്ക്. ഓപ്ഷൻ ഡി നെടുങ്ങാടി ബാങ്ക്. താഴെ പറയുന്നതിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം എന്ന് ചോദിക്കാം. അതാണ് താഴെ പറയുന്നതിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം 53 ഓപ്ഷൻ ഡി ആണ്. ഇലക്ട്രിസിറ്റി സമരമാണ്. 1936-ലെ ഇലക്ട്രിസിറ്റി സമരമാണ്. 1932-ലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് ആരാന്ന് ചോദിക്കാം. ആരാണ്? നമ്മുടെ KK എളപ്പനാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമില്ലാത്തത് KK എളപ്പൻ. ഓപ്ഷൻ ബി ആണ്. 32-ലെ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധമുള്ള നേതാക്കന്മാരാണ് NP ജോസഫ്, PK കുഞ്ഞ്, CK ശൻ. ബന്ധമില്ലാത്തത് ഓപ്ഷൻ ബി KK എളപ്പൻ. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യ മഹിളാ സമ്മേളനം നടന്നത്? വടകരയാണ്. വടകര. ഓപ്ഷൻ സി വടകര. 1921-ൽ നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിക്കാൻ. ടി പ്രകാശമാണ്. ടി പ്രകാശം. ടി പ്രകാശം. ഓപ്ഷൻ എ 56 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന 57 ഓപ്ഷൻ സി. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു. അതേതാണ്? മേൽമുണ്ട് സമരമാണ്. then വാദിക്കാനും ജയിക്കുവാനുമല്ല അറിയുവാനും അറിയിക്കുവാനുമാണെന്ന പ്രഖ്യാപനം ആരുമായി? ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുവാനും സംഘടന കൊണ്ട് ശക്തരാകുവാനും ഉദ്ബോധിപ്പിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു. മനുഷ്യ സ്നേഹത്തിലും സർവ്വമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് വെച്ച വ്യക്തി ശ്രീനാരായണ ഗുരു. അപ്പോൾ ഓപ്ഷൻ സി ആണ്. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തത് തിരുവിതാംകൂർ ഭരണാധികാരിയാണ്.
ദെൻ പ്രത്യക്ഷരക്ഷാ ദേവസ്ഥ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? അത് നമ്മുടെ കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷരക്ഷാ ദേവസഭ എന്നറിയപ്പെടുന്ന സ്ഥാപിച്ചത് കുമാര ഗുരുദേവൻ. 1615 കേരളത്തിൽ എത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരാണ്? വില്യം കീലിംഗ് ആണ്. വില്യം കീലിംഗ് ആണ്. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയാണ് വില്യം കീലിംഗ് ആണ്. വില്യം കീലിംഗ്. 60 വയനാട്ടിലെ കുറിച്യർ കലാപവുമായി ബന്ധപ്പെട്ട് പ്രസ്താവനകൾ ഏതെല്ലാമാണ് ചോദ്യം. 60 ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 4 നികുതി എല്ലാം ശരി ഉത്തരങ്ങളാണ്. ബ്രിട്ടീഷുകാർ അമിത നികുതിയാണ് ചുമത്തിയത്. നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചു. നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി എന്നത് ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന ഏത്? അതാണ് IUCN ആണ്. ഓപ്ഷൻ ഡി IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണമെന്ന് പറയുന്നത് ഏത് വൈറ്റമിൻ നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയാണെന്ന് ചോദിക്കാം. 62 സി ആണ്. വൈറ്റമിൻ സി. വൈറ്റമിൻ സി ആണ്. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണമെന്ന് പറയുന്നതിന് കാരണം വൈറ്റമിൻ സി നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. കണ്ടൽക്കാടുകളെ സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. 63 സി ആണ്. 1ഉം 2ഉം മാത്രം ശരിയാണ്. 1ഉം 2ഉം. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു. സുനാമിയെ തടയുന്നു. then 64 കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി വേര് ഏതാണ്? കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഓപ്ഷൻ എ ആണ്. വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധി. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? 65 ബി ആണ്. കണ്ണൂരാണ്. കണ്ണൂര്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തത് ഏതൊക്കെ? 66 കോളറ, ടൈഫോയിഡ് ആണ്. ഓപ്ഷൻ ഡി കോളറ, ടൈഫോയിഡ് എന്നിവ വായുവിലൂടെ പകരുന്ന രോഗങ്ങളല്ലാത്തവയാണ് കോളറയും ടൈഫോയിഡും. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായി ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതാണ്? 67 ആണ്. ഓപ്ഷൻ ബി ആണ്. നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങളാണ്. മനുഷ്യന്റെ ലിംബ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ചെഴുതുക. 68 ഓപ്ഷൻ എ ആണ്. ലിംബിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു എന്ന പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. 69 മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. 69 ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തിരിക്കുന്ന എല്ലാം വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. ഈ പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യശൃംഖലയിൽ തൃതീയ ഉപഭോക്താവ് ആര്? ഓപ്ഷൻ സി ആണ്. കഴുകനാണ് തൃതീയ ഉപഭോക്താവ്. ഓപ്ഷൻ സി കഴുകനാണ്. 71 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി. ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു. ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവാണ്. ആരാണ്? 71 ഏണസ്റ്റ് റുദർഫോർഡ് ആണ്. താഴെ തന്നിരിക്കുന്ന 72ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? 72 ആണ്. ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉമാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹാലജനുകളാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ഹാലജനുകളാണെങ്കിൽ ഹെൻറി മോസ്ലി ആണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത് ഹെൻറി മോസ്ലി ആണ്. then ഒരു സമതല ദർപ്പണത്തിൽ ഒരു വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗവുമായി കാണുന്നു. ഈ പ്രതിഭാസം അറിയപ്പെടുന്ന പേര്? 73 ഓപ്ഷൻ സി പാർഷിക വിപരീയമാണ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? ജൂൾ ആണ്. ഓപ്ഷൻ ബി ജൂൾ. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജ മാറ്റം ഡാഷ് ആണ്. 75 വൈദ്യുതോർജ്ജം എന്താണ്? യാന്ത്രികോർജ്ജമായിട്ട് മാറുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായി ബന്ധമില്ലാത്തത്? 76 ഓപ്ഷൻ ഡി ഉത്പതനമാണ്. താഴെ കത്തുന്ന വാതകം? 77 താഴെ പറയുന്നതിൽ കത്തുന്ന വാതകം ഹൈഡ്രജൻ ആണ്. താഴെ പറയുന്നതിൽ കത്തുന്ന വാതകമാണ് ഹൈഡ്രജൻ. 77 ഓപ്ഷൻ ബി. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ? 78 ഐസോപ്രീൻ ആണ്. ഓപ്ഷൻ എ ഐസോപ്രീൻ. താഴെ തന്നിരിക്കുന്നതിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന? 79 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി 3ഉം 4ഉം തെറ്റാണ്. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്ന യൂണിറ്റ് ന്യൂട്ടൺ ആണെന്നത് തെറ്റാണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില 80 സി ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എന്ന് പറയുന്നത് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്.